ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ നാളായിട്ട് ഇപ്പോൾ കൊറോണയുടെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അത് കുറഞ്ഞു വന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് കുറച്ച് ഇളവുകളൊക്കെ പ്രഖ്യാപിച്ച് അപ്പോൾ ഓണത്തിൻ്റെ സമയമായപ്പോഴത്തേക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് ഇപ്പോൾ ഒത്തിരി പേർക്ക് നാട്ടിലൊക്കെ കൊറോണ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞങ്ങൾ അധികമൊന്നും പുറത്തൊന്നും പോകാറില്ല, അത്യാവശ്യത്തിന് മാത്രമേ പുറത്ത് പോകാറുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ എൻ്റെ വീട്ടിൽ വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ റെസിപ്പിയായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഫ് ഉപ്പിൽ വേവിച്ചതെന്ന് പറയും, ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ബീഫ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചിട്ട് വേവിക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ഞങ്ങൾ വെറുതെ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ബ്രദറിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷെഫാണ്. അവൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ അവന് ഗ്രാൻഡ് ഹയാത്തിൽ ജോലി കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഷിപ്പിൽ പോയി. പെട്ടെന്ന് കൊറോണ വന്നപ്പോഴത്തേക്കും തിരിച്ചു വന്നു. അപ്പോൾ അവനും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് കുക്കിംഗ് കൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. സമയം ഇവിടെ രാവിലെ ഒരു 8:30 മണിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും ഫാമിലിയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊറോണ സമയമായത് കാരണം ബ്രദർമാരൊന്ന് കുറേ നാളായി ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പം എൻ്റെ ഈ ബ്രദറിന് 2 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ മൂത്ത ആളൊരു ഷെഫാണ്. അവൻ ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ ഷെഫായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അവന് ഷിപ്പിൽ ജോലി കിട്ടിയപ്പോൾ ഷിപ്പിൽ കയറിയായിരുന്നു. പക്ഷേ കൊറോണ കാരണം അവൻ പിന്നെ തിരിച്ചു പോന്നു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് കുറച്ച് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ കാരണം ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വെജിറ്റബിൾ ഗാർഡൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ വീട്ടിലെ മുന്തിരി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് പഴുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പഴുത്ത് നല്ല കളറെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനത് നോക്കുകയാണ്. ഇവിടെ കിളിയും കാക്കയെല്ലാം വന്ന് കൊത്തുന്ന കാരണം ഞങ്ങളത് കവറിട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കവറെല്ലാം അഴിച്ചിട്ട് നോക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള മുന്തിരിയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു 3 കൊല്ലം മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചായാലും നമുക്കിത് പഴുത്താക്കി കിടക്കണമ്പോൾ ഒത്തിരി സന്തോഷമായി. അവരിപ്പോൾ കുണ്ടന്നൂർ പാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ താഴേക്ക് പോവുകയാണ്. ഞാൻ സ്റ്റെയർകേസ് ഇറങ്ങി വരുന്ന ഭാഗത്തൊക്കെ വെച്ചിരിക്കണം ഗ്ലാസ് പെയിൻറ്റുകളാണിത്. ഇവിടെ ഇതുപോലെ ഒരു വലിയ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മോൾ ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ ഡൗൺ സ്റ്റെയർ ആണ്. ഇതിൽ ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല, അതിപ്പോൾ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹോം ടൂർ കാണിക്കണമെന്ന്. അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ബ്രദറും ഫാമിലി എത്തി. ഈ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന വൈറ്റ് ടീഷർട്ട് ഇട്ട ആളാണ് നമ്മുടെ ഷെഫ്. അവന് ക്യാമറയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നാണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം റോമൽ എന്നാണ് നമ്മുടെ ഷെഫിൻ്റെ പേര്. അവൻ്റെ അനിയൻ്റെ പേര് റിനോ എന്നാണ്. നമ്മളിന്ന് ബീഫ് മൺകലത്തിൽ വിറകടുപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ട്. ഉപ്പിൽ വെന്തിറച്ചിയെന്ന് പറയും. ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണിത്. ചട്ടിയിൽ വിറകടുപ്പിൽ വെച്ച് വേവിക്കുന്ന ബീഫിന് അസാധ്യ ടേസ്റ്റാണ്. സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് ഇറച്ചികളെല്ലാം ഉപ്പെല്ലാം പിടിച്ചു അടിപൊളി രുചിയാണ്. പിന്നെ ഞങ്ങൾക്കിവിടെ അടുപ്പൊന്നും ഇല്ലാതെ കാരണം അവരവിടെ നടപ്പ്, വിറക്, ബാർബിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
ഞങ്ങളിവിടെ കുക്കിങ്ങിന് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ബീഫ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ബീഫ് വേവിക്കുമ്പോൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്: സവാള, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം. കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടി യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അതിനായിട്ട് താഴേക്ക് പോകാൻ, താഴെ അടുപ്പ് കത്തിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. ഇന്നത്തെ കുക്കിംഗ് മൊത്തം ഷൈമയാണ് കേട്ടോ. ഷൈമ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ലോയാണ്, ബ്രദറിൻ്റെ വൈഫ്. പുള്ളിക്കാരിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് എല്ലാം ചെയ്യാനൊക്കെ. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ നമ്മളിങ്ങനെ അടപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അടപ്പും വിറകും എല്ലാം ഷൈമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം തീ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. നന്നായിട്ട് കത്തിയതിന് ശേഷം മാത്രം നമുക്ക് ചട്ടി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇറച്ചിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടുപ്പിൽ തീ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് ബീഫ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് എല്ലാ വീട്ടുകളിലും ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഇപ്പം ഇത് കാണാൻ തന്നെ ഒരു പുതുമയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിനും വന്നിരിക്കുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെല്ലാം ഒരു ഇടയ്ക്ക് ഇതേപോലെ പുറത്ത് ചട്ടിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബീഫ് വേകാൻ വെച്ചതിന് ശേഷം നമ്മളിവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള അടുപ്പും കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷെഫ് റോമിൽ നമുക്കായിട്ട് ഇന്ന് ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ഡിഷ് കാന്താരി ചിക്കൻ അൽഫാമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. കാരണം ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനുള്ള അടുപ്പെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാർബിക്യൂ ചെയ്യാനുള്ള കനലൊക്കെ കത്തി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫ് വേവിക്കാൻ വെച്ചിട്ട് 1.5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞ്. ഇത് നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇങ്ങനെ എന്തോരം വേണമെങ്കിലും കഴിച്ചാലും മതിയാവില്ല, അത്ര ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കിത് കറിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മുടെ ഉപ്പിൽ വെന്ത ഇറച്ചിയും അൽഫാമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അൽഫാമിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്